സർവേഗം തത്വമസി. എല്ലാവർക്കും പ്രണാമം. ഇന്ന് നാം പറയാൻ പോകുന്ന ഒരു വിഷയം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആധ്യാത്മികതയുടെ നിത്യജീവിതത്തിൽ അങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയാം. കാരണം നാം ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന വിഷയങ്ങളെല്ലാം വളരെ ആഴത്തിലുള്ള കാര്യങ്ങളാണ്. അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അതും എൻ്റെ പൊരുൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിൻ്റെ തോന്നലാവാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആത്മാന്വേഷണത്തിൽ വരുമ്പോൾ പൂർവികരാൽ ശാസ്ത്രീയമായി എങ്ങനെയൊക്കെ ആത്മാവിനെ സാക്ഷാത്കരിക്കാം എന്ന് പറഞ്ഞ ഒരു മാർഗത്തൊക്കെയാണ് ഞാൻ ആരംഭത്തിൽ പിന്തുടർന്ന് വന്നിരിക്കണേ. അപ്പോൾ ആ സാധനാത്മകമായ കാര്യങ്ങൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമാക്കാൻ പ്രയാസമാണ് എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ ടേസ്റ്റാണല്ലോ ഓരോ വിഷയങ്ങളിലേക്കും ആകർഷിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 30 കൊല്ലങ്ങൾക്ക് മുന്നുള്ള വിഷയം പറയണേ. എൻ്റെ ജീവിത പശ്ചാത്തലവും എൻ്റെ മുൻജന്മ വാസനകൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒപ്പം എൻ്റെ പൂർവികർ, എൻ്റെ പിതാക്കന്മാർ അവരൊക്കെ വന്നിരിക്കുന്ന ആധ്യാത്മികതയുടെ കാര്യങ്ങളൊക്കെ ആ സംസ്കാരങ്ങളൊക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ജീവിതത്തിലും എൻ്റെ ബോധത്തിലും എൻ്റെ ആലോചനകളിലൊക്കെ അത് വരാൻ സാധ്യതയുണ്ടല്ലോ, വഴിയുണ്ട്. അപ്പം അത് നമ്മൾ പറയില്ല, പാരമ്പര്യം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തിട്ട് ആ കാലഘട്ടത്തിൽ ഒരു 10-30 കൊല്ലം മുന്നുള്ള കാര്യം പറയണേ. അവിടെ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നൊക്കെ ഇരുന്ന് പറയാനുള്ള ആ ഒരു കാരണത്തെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ള ഒരു ഇതുവരെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ പ്രായവും അതാണ്. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് അതിനുവേണ്ടി ഉപയോഗിച്ചത് സാധനപരമായിട്ട്. അപ്പോൾ അതിലെ വിഷയങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പിലാക്കുക, പ്രായോഗികമാക്കാൻ അത് ബുദ്ധിമുട്ടാണെന്നറിയാം. ആ അവസരത്തിൽ ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ, ഇവിടെ ഇപ്പോൾ പല രീതിയിലാണ്, അനവധി രീതികളുണ്ട് ആത്മാവിനെയോ അല്ലെങ്കിൽ ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ അറിയാനുള്ള മാർഗങ്ങൾ, ഉപാധികൾ, വഴികളൊക്കെ ഒരുപാടുണ്ട്. അത് ഏത് വേണമെങ്കിലും ഓരോരുത്തരുടെ ടേസ്റ്റും മനോധർമ്മം അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഞാൻ പലവട്ടം പറയുന്നുണ്ടല്ലോ. അതിലൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അപ്പോൾ ഞാൻ വന്ന വഴിയെ ഞാൻ അറിഞ്ഞ വിഷയം പറയുമ്പോൾ അതെൻ്റെ അനുഭവമാണ്. അത് എനിക്കതേ പറയാൻ പറ്റുള്ളൂ. മറ്റൊരാളുടെ അനുഭവം ഞാൻ എടുത്ത് പറഞ്ഞാൽ ശരിയല്ല, കാരണം ഞാൻ അനുഭവസ്ഥനല്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഗ്രന്ഥങ്ങളുടെ സാരങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലും ഭൂമിയിൽ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ജീവിച്ചു പോകണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനും കൂടിയായിരുന്നു ഞാൻ ആ സമയം. പക്ഷേ ഈ ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് കൊല്ലങ്ങൾ എല്ലാം വിട്ട്, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുണ്ട്, അതുപോലെയൊക്കെ മനസ്സിനെ പലതിൽ നിന്നും പിൻവലിപ്പിച്ചിട്ട് ഈ ഏകമാകുന്ന സംബന്ധമായ വിഷയങ്ങളിലേക്ക് സമർപ്പണം ചെയ്ത് പോകുമ്പോണ്ടായ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വരുന്നത്, പ്രതിപാദിച്ചു വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ സഞ്ചിത പാപകർമ്മങ്ങളും ഈ പ്രാരബ്ധ പാപകർമ്മങ്ങളും അതൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കി പോകുന്ന ആ ഒരു രീതിയിലൂടെ, ഞാനെന്ന് പറഞ്ഞാൽ ഈ ജീവാത്മാവായ ഞാൻ മനസ്സിലാക്കി പോകുന്ന ആ ഒരു മാർഗത്തിലൂടെ സാധാരണക്കാർക്ക് അങ്ങനെയുള്ളൊരു സ്പിരിറ്റ് ഉണ്ടാവാൻ പ്രയാസമാണ്. കാരണം അത് ജീവിത പശ്ചാത്തലം കൂടി അതിന് കാരണമാവുന്നുണ്ട്. മനസ്സിലാകണം. അത്രയ്ക്കും ഒരു വൈകാരിക അല്ലെങ്കിൽ ഒരു വിരക്തിയുടെയൊക്കെ ജീവിതാനുഭവങ്ങളുള്ളവർക്കായിരിക്കും തോന്നണു ഞാൻ പോയ ഒരു വഴിയിലൂടെ അന്വേഷിക്കാൻ ഒരു ആവേശം, ഒരു സ്പിരിറ്റ് കാണുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ അവിടെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സാധാരണക്കാർക്ക് എങ്ങനെ അവരുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ആദിവ്യാധികളിൽ നിന്നൊക്കെ മുക്തി നേടിക്കൊണ്ട് അനാനന്ദമുള്ള ജീവിതം എങ്ങനെ സുഖപ്രദമാക്കാം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. മനസ്സിലായല്ലോ. അങ്ങനെ ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ അത് പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ട് പല ഈ
പല കേന്ദ്രങ്ങളിലൊക്കെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അന്വേഷിക്കാനായിട്ട് കേട്ടോ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ എല്ലാം കൂടി വശത്താക്കിയതിന് ശേഷമാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്ന ഒരു ഉപാധി ഞാൻ തിരഞ്ഞെടുത്തു. പ്രാർത്ഥന ജീവിതം അതിലെന്താ ഉദ്ദേശിക്കുന്നത്? അന്നാന്നുള്ള നമ്മുടെ ജീവിത വ്യവഹാരം ഓരോ ദിവസവും പ്രഭാതം മുതൽ രാത്രി വരെ നമ്മൾ സമൂഹമായിട്ടും പല രീതിയിലും പല വ്യക്തികളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബന്ധപ്പെട്ടും പല കർമ്മങ്ങളൊക്കെ ചെയ്തു വരുന്നതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള പല വശങ്ങളുണ്ടാവും. അതെല്ലാം നമ്മളെ ബാധിക്കാണ്ടിരിക്കാൻ നമ്മൾ വളരെ നിഷ്കാമമായിക്കൊണ്ട് അതിനെ എങ്ങനെയാണ് നമുക്ക് നിവർത്തിച്ച് പോകാൻ കഴിയുക? ആ വക വിഷയങ്ങളിലെ സാരങ്ങൾ, വാസനകൾ, പാപകറകൾ എന്നൊക്കെ പറയുമല്ലോ, അതൊന്നും നമ്മൾ ആത്മാവിനെ ബാധിക്കാതെ അന്നാന്ന് നീക്കി ഓരോ പ്രഭാതവും പുതിയൊരു പ്രഭാതവും പുതിയൊരു ഉണർവും പുതിയൊരു ജീവിത പദ്ധതികളും അതിലൂടെയായി കുടുംബസ്ഥരായവർക്ക്, അതായത് ഗൃഹസ്ഥാശ്രമികളായാലും അല്ലാത്തവർക്കും ഈ വക പ്രയാസങ്ങളൊന്നുമില്ലാതെ പരബ്രഹ്മമായ പരമാത്മാവായ വിശ്വചൈതന്യത്തിൻ്റെ ഘടനയായ അതിനെ സാക്ഷി നിർത്തി എല്ലാം അതിൽ സമർപ്പിച്ചുകൊണ്ട്, അപ്പോൾ അവിടെ വലിയ വലിയ സാധനമുറകളൊന്നും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സാധനമുറകളൊന്നും അവിടെ വേണ്ട. നിങ്ങൾക്ക് വിശ്വാസം വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിൽ ആ ഒരു പ്രപഞ്ച ചൈതന്യ ഘടകത്തിൽ ഈശ്വരാവബോധം, ദൈവാവബോധം, ദൈവത്തിലേകമായി അതിന് രൂപനാമങ്ങളൊന്നും കൽപ്പിക്കാതെ നമ്മളെ നിയന്ത്രിക്കുന്നത് തന്നെ ഈ ഭൂമിയിൽ വരാനുണ്ടായ കാരണങ്ങൾ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തിയുണ്ട്. അത് എൻ്റെ ദൈവികത എന്ന് പറയാം. ഇത് വ്യത്യമുള്ളതാണത്. അതുണ്ട്, അത് സൂക്ഷ്മത്തിലാണ്. അതിനെ അങ്ങോട്ട് വിശ്വസിച്ചും കൊണ്ട് നമ്മളെ ജീവിതമെല്ലാം അതിൽ സമർപ്പിക്കുക. അത് പാപമാവട്ടെ, പുണ്യമാവട്ടെ, തെറ്റാവട്ടെ, ശരിയാവട്ടെ, അതിനൊന്നും പിന്നെ അവിടെ പ്രസക്തിയില്ല. സർവ്വവും അതിനോട് സമർപ്പിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അന്നാന്നുള്ള എല്ലാ കർമ്മഫലങ്ങളും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചും കൊണ്ട് 2 നേരമോ 3 നേരമോ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ചിലവൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ സാധനമൊന്നുമില്ല. ഇതിനുള്ള സമയം കണ്ടെത്തണം. അപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി ഇവിടെ വിശ്വാസവും സങ്കല്പവും ഒക്കെ പിന്നെ സമർപ്പണമൊക്കെ അത്യാവശ്യമാണ്. അതോരോരുത്തരുടെ മാനസികമായിട്ട് തന്നെ മതി. അതിന് ഇന്ന രീതിയിൽ ഇന്ന ഭാഷകൾ അറിഞ്ഞിരിക്കണം, ഇന്ന ആസനങ്ങൾ അറിഞ്ഞിരിക്കണം, ഇന്ന രീതിയിൽ ധ്യാനം ശീലിച്ചിരിക്കണം, ഇന്ന രീതി വേദപഠനങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. ഇത് സാധാരണ മനുഷ്യന് ഇങ്ങനെ ഒരു ദൈവികതയുടെ ഭാവത്താൽ ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വെച്ച് സുഖമായിട്ട് പോകാം. സംഖ്യയൊന്നും വരാൻ പാടില്ല. അത് നമ്മൾ കൊടുത്തപ്പോൾ കഴിഞ്ഞു. അതെല്ലാം ആ വിശ്വനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അതും അരൂപമായി നിൽക്കുന്ന ഈ സർവത്തിനെയും നിലനിർത്തി കൊണ്ടുപോകുന്ന, നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചൊക്കെ നിലനിർത്തി പോകുന്ന സർവ്വചരാചരങ്ങളുടെയും നാഥനായിരിക്കുന്ന സൃഷ്ടികർത്താവായിരിക്കുന്ന ഏതോ ഒരു മഹാശക്തി ഉണ്ടോ, അത് തന്നെ ദൈവം എന്നങ്ങോട്ട് സങ്കല്പിക്കുക. ഈശ്വരൻ. ആ ഈശ്വര സന്നിധിയിൽ നിങ്ങളുടെ ഓരോ മനോവൃത്തികളും അനാന്ന് ചെയ്യുന്ന കർമ്മഫലങ്ങൾ, മനസ്സിനെ വേദനിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളിലൂടെ നമുക്ക് ദിവസം കടന്നു കൊണ്ടുവരുമല്ലോ, അതെല്ലാം അവിടെ അങ്ങോട്ട് സമർപ്പിക്കുക. മനസ്സിലായോ? അതിനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തി, ഒരു സിറ്റുവേഷൻ കണ്ടെത്തി ഒക്കെ നമ്മൾ അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ എന്താ, അതൊക്കെ നമുക്ക് പരിഹരിക്കാണ്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ അത് തന്നെ പാപം. അവിടെ ഇരുന്ന് അതിങ്ങനെ പെരുകി ഈ ഭാവി വർത്തമാന കാലങ്ങളൊക്കെ നമ്മളോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏകാഗ്രതയൊക്കെ നഷ്ടപ്പെട്ട് അതിനോടൊക്കെ കൂടുതൽ അനുബന്ധമായി നിൽക്കുന്ന ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുമ്പോഴും നിങ്ങൾക്ക് എവിടെ സ്വസ്ഥത? നിങ്ങൾ ചെയ്യുന്ന കർമ്മം അത് ഏകാഗ്രതയോടും ഭക്തിയോടും സമർപ്പണത്തോടും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇതൊക്കെ കയറി വരികയല്ലയോ? മനസ്സിലായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അന്നാന്നുള്ള ആ സമർപ്പണം തന്നെ വേദപ്പൊരുൾ. അല്ലാതെ അതിന് നിങ്ങൾ ഒരു വേദ പ്രമാണങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെതായ ഒരു ചുറ്റോടുകൂടി അതും കൂടി വേണമെന്നില്ല. ചെയ്യണവർക്ക് അത് ചെയ്യാട്ടോ. ഞാൻ പറയുന്നത് വളരെ ഒന്നിനും ഇടയും സാഹചര്യങ്ങളും ഒന്നും ഇല്ലാത്ത സാധാരണക്കാരൻ്റെ കാര്യം ഞാൻ ഈ പറയണത്. അവർക്ക് ഇങ്ങനെ അത് ചെയ്താൽ മതി. ദൈവം ഉണ്ടെന്നുള്ള നിഷ്കളങ്കമായ ബോധ്യത്തോടും അല്ലെങ്കിൽ ദൈവികത എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു മഹാശക്തിയുണ്ട്. അവനിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായി സമർപ്പിച്ചാൽ, നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ ആ സമയത്താണ് പറയലുണ്ട്. നേരത്തെ മറ്റ് സാധനാത്മകമായി കൊണ്ട് ധ്യാനം കൊണ്ടൊക്കെ യോഗ കൊണ്ടൊക്കെ സ്ഫുടം ചെയ്ത് എടുക്കേണ്ടതെന്നാണ് ഞാനീ പറയണേ. ഒരു സങ്കല്പം, വിശ്വാസം എല്ലാം നിന്നിൽ സമർപ്പിക്കുന്നു.
എന്നുള്ള നിഷ്കളങ്കമായ ആ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പാപങ്ങളും പുണ്യങ്ങളൊക്കെ പോയി നിങ്ങൾക്ക് സുഖപ്രദമായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകാം. ഒരു പ്രയാസമില്ല, ഒരു ശങ്കയില്ല, ഒരു വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ നിങ്ങൾക്ക് ശങ്കവും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വന്നിട്ട് വീണ്ടും പിടികൂടും. ഇവിടെ വിശ്വാസമാണ് പ്രധാനം. അടിസ്ഥാന തത്വം വിശ്വാസമാണ്, ദൈവത്തിലുള്ള പൂർണ്ണ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ അന്ന് ഞാൻ ചെയ്ത സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ളതാണ്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ശാരീരിക മാനസികമായിട്ടൊക്കെ കേട്ടോ. കാരണം കുടുംബജീവിതമൊക്കെ ഞാൻ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് 3-5 കൊല്ലം. പല വിഷയങ്ങളുണ്ട്. അതങ്ങനെയാണത്. അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. ഇന്നത്തെ കാലഘട്ടവും അതിന് അനുവദനീയമല്ല. എന്നാണും താനും കഴിവുള്ളവർക്ക് കഴിയും, അല്ലാത്തവരുടെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയണം കേട്ടോ. കാരണം ഭൂരിഭാഗം വരുന്ന ആളുകൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന കൂട്ടത്തിലാണ്. അവർക്ക് ഈ വേദപ്രമാണങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ച് സാധനയൊക്കെ ചെയ്തിട്ടൊന്നും കാലം കഴിച്ച് മുമ്പോട്ടൊന്നും പറ്റില്ല. കാരണം അവരെ സ്വാധീനിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ ഈ ഭൗതിക ലൗകിക ജീവിതങ്ങളും കൂടി സമന്വയിപ്പിച്ച് പോണ്ടി വരും. അതിനൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല. ഞാനൊക്കെ ശീലിച്ചത് അതിനൊക്കെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടതും അനുഭവിച്ചതും വന്ന വഴിയും തെറ്റാണെന്നല്ല പറയണേ. അത് ലക്ഷങ്ങളിൽ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അത് ശരിയാവണില്ല. ഒരു സാധാരണ നമ്മൾ നമ്മുടെ കാര്യം മാറ്റി വയ്ക്കുക. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടതാണ്. അങ്ങനെ അന്വേഷിച്ച കൂട്ടത്തിലാണ് നിത്യപ്രാർത്ഥനയിലൂടെ ഹൃദയം തുറന്ന് ഭഗവാനെ അല്ലെങ്കിൽ ആ പരമേശ്വരനെ സർവത്തിൻ്റെയും നാഥനായിരിക്കുന്ന അവിടുത്തെ പാദത്തിൽ ഉള്ളൊരു സമർപ്പണ പ്രാർത്ഥന അതോടുകൂടി അവൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഏറ്റുപറഞ്ഞ് അവൻ മുക്തി പ്രാപിക്കാൻ കഴിയും എന്നുള്ളൊരു രീതി ഞാൻ കണ്ടു, അത് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി. അത് ഞാൻ പലർക്കും പകർന്നു കൊടുത്തു നോക്കി. പകർന്നു കൊടുത്തപ്പോൾ അത് ഫലപ്രദമായി. പല ആളുകളും അവരുടെ ദുഃഖത്തിൽ നിന്നും അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അതിൽ സന്തോഷമുണ്ട്. പൈസ ഒന്നും വാങ്ങിച്ചിട്ടല്ല കേട്ടോ, അല്ലാണ്ട് എനിക്ക് പേരും പ്രസക്തി ഉണ്ടാവാനല്ലാതെ. നമ്മളൊരു സത്യത്തെ മനസ്സിലാക്കിയപ്പോൾ അത് മറ്റൊരു വശത്തിലൂടെ കൂടുതൽ ആളുകൾക്ക്, ഇപ്പോൾ 1 കിലോ അരി വേവാനായിട്ട് നമുക്ക് 10 മിനിറ്റ് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു 20 കിലോ അരി വേവാനും ആ 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 20 പേർക്ക് ഗുണം ചെയ്തില്ലേ? അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമല്ലോ, സമയമൊക്കെ ഒരുപോലെയല്ലേ? ആ രീതിയിൽ ഒക്കെ ചിന്തിച്ചിട്ടാണ് ഈ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന് ഞാൻ എന്ത് ചെയ്തു, ഒരു ചിട്ടോടു കൂടിയുള്ള ഒരു ദിവസം പ്രഭാതത്തിൽ തുടങ്ങി സായസന്ധ്യ വരെ രാത്രി നമ്മൾ ശയനത്തിന് ചില നിദ്രയിലേക്ക് പോകുന്നവരെ ഉള്ള സമയത്തിനെ എങ്ങനെ നമ്മൾ ഈശ്വരീയമാക്കി മാറ്റാം, അതെല്ലാം ഈശ്വരകർമ്മമാക്കി മാറ്റാം. നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും ആ ഈശ്വരീയമായ കർമ്മം നീയല്ല ചെയ്യുന്നത്, അതെല്ലാം നീ ഈശ്വരനാൽ മറ്റൊരാളുടെ മനോഭാവത്തോടുകൂടി അയാളുടെ ഒരു വൃത്തിനായി, അയാളുടെ ഒരു ആജ്ഞ വൃത്തിയായി അയാൾ തന്നിരിക്കുന്ന ആ ഒരു കർമ്മം ഞാൻ പരിപാലിക്കുന്നതായിട്ടുള്ള മനോഭാവത്തോടു കൂടി ജീവിച്ചു പോവുകയാണെങ്കിൽ ഈ പറയുന്ന പാവം കൂടിയൊന്നുമില്ല, അതൊക്കെ അവിടെ തീർന്നു. അത് വളരെ നിഷ്കളങ്കമായൊരു മനോഭാവമാണ്. അതും ഭഗവാന് പ്രിയമാണ്. അവരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക ഭഗവാൻ. ഇങ്ങനെ കുറേ അഹങ്കാരവും ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു ഞാൻ വലിയൊരു ജ്ഞാനിയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളില്ലേ, അതിനേലും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള നിഷ്കളങ്കമായ ഹൃദയരെയാണ് ഈശ്വരന് പ്രിയമെന്നാണെന്ന് എനിക്ക് തോന്നിയിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഞാൻ കുറേ ആളുകളിൽ ഞാനത് പരീക്ഷിച്ചപ്പോൾ അത് വിജയിച്ചിട്ടുണ്ട്. അവർക്കൊന്ന് സ്വപ്രദമായി ജീവിക്കുന്നുണ്ട്. പലവിധ മലിനമായ ജീവിതത്തിൽ നിന്ന് അവർക്ക് കരകയറി കുടുംബ പശ്ചാത്തലമൊക്കെ സുദൃഢമാക്കി ബന്ധുമിത്രാദികളോടുകൂടി നല്ല കുടുംബത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. അതുതന്നെ സ്വർഗം. ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം അനുയോജ്യമായി വരുമ്പോൾ അവിടെ ആണ് സ്വർഗമുള്ളത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമങ്ങൾക്കാണ് ഏറ്റവും ഫലപ്രദമാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ഈ ഒരു രീതി. ഒന്നും അറിയാത്തൊരു വ്യക്തിയെന്ന് വിചാരിക്കുക, ഈശ്വരൻ എവിടെ പോയി അന്വേഷിക്കും, ഈശ്വരൻ ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ്, എന്താണ് ഞാൻ ഈശ്വരൻ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ വന്നിട്ട് പോലും ഈശ്വര ഭാവത്തിൽ നിന്ന് ഈശ്വര ചിന്തയിൽ നിന്നൊക്കെ അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതൊന്നുമില്ല, ഇത് വളരെ നിഷ്കളങ്കമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്ക് ഞാൻ ആരോട് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എന്തിനു പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള സംശയമുള്ളവർക്ക് നിഷ്കളങ്കമായിട്ട് ഈ ബുക്കിൽ ഞാൻ എൻ്റെ എല്ലാവരും വിശദീകരണം ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു എത്ര പേജാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 95 പേജിൽ അടങ്ങുന്ന ഒരു ബുക്കാണത്. ഇത് തുടക്കക്കാർക്ക്
ഈ പറയുന്ന രീതി. പക്ഷേ ഇതിൽ വിശ്വസിക്കണം, പിന്നെ മറ്റു പലർക്കും പോകരുത്. കാരണം അത് അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, വീണ്ടും ശങ്കകൾ വരും. ഇതിൽ സമാഹരിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ മനോഭാവം എങ്ങനെ ഒരു ഏകമാകുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് അവൻ നിത്യജീവിതത്തിൽ എങ്ങനെ അത് ബന്ധപ്പെട്ട് ഈശ്വരാഭിമുഖമായി ജീവിച്ചു പോകണമെന്നുള്ളതിൻ്റെ ഒരു പ്രാർത്ഥനാ ബുക്കാണത്. അത് വളരെ ലളിതമായിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളും അതിൻ്റെതായ എല്ലാ കുറേ കാര്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒന്നതാണ്. അപ്പോൾ അത് അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു കുറച്ചും കൂടി വിശദമായിട്ട് ഈ ഒരു നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ആനന്ദസാഗരമാണ്, ആകാശമ പോലെയാണ് ഇവിടെ വേദങ്ങൾ. അതൊന്നും ഒരു സാധാരണക്കാരൻ ഒരു ജന്മം കൊണ്ടൊന്നും വായിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ സാരം ഗ്രഹിച്ചിട്ടൊന്നും ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ അവനൊന്നും കഴിയില്ല. അപ്പോൾ അവന് കിട്ടിയിരിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, അത് കുറച്ച് നാൾക്ക് ഉള്ളിൽ തീരുന്നതാണ്. അതിനധികം ദീർഘായുസൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്ന കാര്യമൊന്നും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവനും ഭഗവാനും എന്ന് പറഞ്ഞാൽ അവൻ്റെ മനോവൃത്തികളും അവൻ്റെ സങ്കല്പങ്ങളും അവൻ ആ സൃഷ്ടികർത്താവ് അല്ലെങ്കിൽ ഒരു ഈശ്വരീയ ഭാവത്തിൽ അത് വളരെ ശങ്കകൾ കൂടാതെ അത് എങ്ങനെ ഒക്കെ പോകണം എന്ന് ഒരു ലളിതമായ ഒരു ബുക്ക് അത് ഉണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്ന് നിലവിലുള്ള അതിനനുയോജ്യമായ എന്തെങ്കിലും ഒരു കൃതി മറ്റു ആചാര്യന്മാരും ഗുരുക്കന്മാരും എഴുതിയ അതിൽ നിന്ന് തന്നെ, കാരണം അതാവുമ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ ചൊല്ലിയും മനസ്സിലാക്കി പരിചയമുണ്ടാവും. ഞാൻ ചിലപ്പോൾ എഴുതുന്ന പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷെ നിലവിലുള്ളത് ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എളുപ്പമാണ്, കാരണം അതൊക്കെ വായിച്ചും കേട്ടൊക്കെ പരിചയം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ സാരങ്ങളിലൂടെ നമ്മൾ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചും കൊണ്ട് ഈ പറയുന്ന സർവ്വവേദ കാര്യങ്ങളൊക്കെ ലളിതമായ രീതിയിൽ അല്പമായിട്ട് മനസ്സിലാക്കി, ഇപ്പോൾ പറയില്ലേ ഈ മെല്ലെ തിന്നാം മുള്ളും തിന്നാം, അത് എങ്ങനെയാണ് പ്രായോഗികമാക്കുക എന്നുള്ള എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ ഒരു പദ്യമാണ്, ഒരു പ്രാർത്ഥനാ പദ്യമുണ്ട്. അതാണ് ദൈവദശകം. ശ്രീനാരായണ ഗുരുസ്വാമികൾ എഴുതിയിരിക്കുന്ന ദൈവദശകം എൻ്റെ കയ്യിൽ കിട്ടി. മനസ്സിലാക്കണം. അപ്പം എനിക്കത് എളുപ്പമായി. കാരണം ഈ ദൈവദശകം ഭൂരിഭാഗം കേരളത്തിലെ തന്നെ അല്ല ഭൂരിഭാഗം ആളുകൾക്കും ദൈവദശകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിയാം. അപ്പോൾ അത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയും കൂടി. അത് ഒരു വിത്ത് പോലെയാണ്, അതിൽ സർവ്വവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ ലളിതമായ രീതിയിൽ സാധാരണക്കാരന് അത് വായിച്ചു മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാവാൻ എളുപ്പമാകും. അപ്പോൾ ഇതിലൊക്കെ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ലളിതമായ രീതിയിൽ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അതാണ് എൻ്റെ ഒരു ഭാവന ഉണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അതിൽ വലിയൊരു സാഹിത്യമുണ്ട് എന്നൊക്കെ വെച്ചിട്ട് അത് ഒരു 4 പേര് 5 പേർക്ക് മാത്രമൊക്കെ അത് ഉപകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ലത് വളരെ ലളിതമായ രീതിയിൽ കുറേ ആളുകൾക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ അപ്പോൾ അത് എളുപ്പമാകും. ആ രീതിയിലാണ് ഞാൻ ദൈവദശകം എടുത്തത്. ആ ദൈവദശകമാണ് ഈ ബുക്ക്. ഈ ബുക്ക് ഇതിൽ ഒരു കുറച്ചധികം പേജുകളുണ്ട്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം കുണ്ടലിനി പാട്ട് ഗദ്യ പ്രാർത്ഥന. അങ്ങനെ ഒരു 3 ഘടകങ്ങളെ ഞാൻ തിരിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? ദൈവദശകം എന്താണ്, ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുക എന്താണ്, അതിൽ അനവധി കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാനായിട്ട്. ദൈവമേ കാത്തുകൊള്ളങ്ങോ കൈവിടാതെങ്ങോ ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്കോ രാവിവൻ തോണി നിൻ പദം എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവാവബോധം, ദൈവത്തെ ഈ 4 വരിയിൽ നാരായണ ഗുരുസ്വാമികൾ വലിയൊരു ഭാവനയോടുകൂടിയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണേ. അപ്പോൾ അതിനെ നമ്മൾ ആ ഭാവനകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്നത് ഓരോരുത്തർക്ക് ഓരോ കപ്പാസിറ്റി ഉണ്ടല്ലോ, അതനുസരിച്ച് എന്നാൽ കഴിയുന്നത് എൻ്റെ അനുഭവങ്ങൾ വെച്ചും ഒക്കെ എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ അത് പരിശോധിച്ച മഹാത്മാക്കളൊക്കെ നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് ഈ ബുക്ക്. അപ്പോൾ ഈ ബുക്കിൽ നിങ്ങളത് നാരായണ ഗുരു ഒരു ഇനിയിപ്പോൾ വലിയൊരു സമുദായമോ അങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടാവും, അങ്ങനെയൊന്നും ഞാൻ കാണില്ല. അത് മഹാഗുരുവാണ്, ആധ്യാത്മിക ഗുരുവാണ്, ജഗത് ഗുരുവാണ്. ആ ഗുരുവിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന വചനങ്ങളാണ്. അത് അമൃതത്തിന് തുല്യമാണ്. ഇതിൽ എല്ലാം പറയുന്നുണ്ട്. അതിന് മോക്ഷത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, ജീവിതചര്യകളുടെ കാര്യം പറയുന്നുണ്ട്, ഗൃഹശാസ്ത്രങ്ങൾക്കായാലും വേദാന്തികൾക്കായാലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ആ ദൈവദശകത്തിൽ അടങ്ങിയിട്ടുണ്ട്.
ഞാനതെന്ത് ചെയ്തു, അത് സാധാരണക്കാരുടെ വീടുകളിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഈ ബുക്കാണത്, കണ്ടോ? ഈ ബുക്ക് ഞാൻ ഇതിനോട് എഴുതിയിട്ടുള്ളതാണ്. അത് നാരായണ ഗുരു എന്ന് പറയുന്നൊരു ഗുരുവിനെ കണ്ടു മാത്രം എഴുതിയാൽ മതി. അല്ലാതെ അത് വേറെ ഏതെങ്കിലും രീതിയിലൊന്നും നിങ്ങൾ കാണരുത്. നമുക്ക് ഗുരുസ്ഥാനം കൽപ്പിക്കാം. അതാരായാലും, ഇനി ഒരു കൊച്ചു കുട്ടിയായാലും നമുക്ക് ഉൾക്കൊള്ളാവുന്ന വിഷയമാണെങ്കിൽ നമ്മളത് സ്വീകരിക്കണം, ഗുരുസ്ഥാനത്ത് കാണണം. അപ്പോൾ നാരായണ ഗുരു എന്ന് പറയുന്നത് ജഗത് ഗുരുവാണ്. മനസ്സിലായില്ലേ? ഒരു വലിയൊരു സംഭവത്തിൻ്റെ പ്രതീകമാണ് വന്നിട്ടുള്ളതാണ് നാരായണ ഗുരു. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ ദൈവദശകം എനിക്ക് അത് വളരെ ഉപകാരപ്രദമായി. എൻ്റെ ചിന്തകൾക്കനുസരിച്ചിട്ട് സാധാരണക്കാരൻ ഇനി അത് എങ്ങനെ വിഭാവന ചെയ്യാൻ പറ്റും എന്ന് ഉള്ള എൻ്റെ ആ ധാരണയിൽ, എൻ്റെ ആ ഒരു അന്വേഷണത്തിൽ എനിക്ക് കയ്യിൽ കിട്ടിയത് ദൈവദശകമാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ അതൊക്കെ പ്രതിപാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബുക്ക് വായിച്ചിട്ട് പലവർക്കും പല പരിവർത്തനം വന്നിട്ടുണ്ട്. മനസ്സിലാക്കണം. ആത്മസാക്ഷാത്കാരം വരെ ഈ ബുക്ക് വായിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 1-2 പേര് ഇവിടെ വന്ന് പറയുകയും നന്ദി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ബുക്ക് വായിച്ചിട്ടൊക്കെ. ഇതൊരു കച്ചവടമല്ല കേട്ടോ, ഞാനിവിടെ ഒരു കച്ചവടമായിട്ട് ഇരിക്കുകയല്ല കേട്ടോ. അതൊന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ അറിഞ്ഞ ആ അറിവ് അത് പ്രായോഗികമാക്കുക. ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ എന്ന് പറയേണ്ടി വരും. ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ജീവനുള്ള കാലം വരെ ഈ ഉപകരണം വെച്ചുകൊണ്ട് നമ്മുടെ ഈ അറിഞ്ഞ ബോധം അത് സാധാരണക്കാരന് അത് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോഴാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇത് എന്നെ ആരാധിക്കാനോ എന്നെ പൂജിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് പേരോ പ്രസക്തി ആകാനായിട്ടല്ല. ആദ്യം പറയട്ടെ, ഇതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ അടിക്കണമെങ്കിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്നതൊക്കെ പൈസ ഒക്കെ വേണമല്ലോ. ഇതിൽ ആർട്ട്പരമായ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം ഞാനാണ് വരച്ചിരിക്കുന്നതും ഇതിനൊക്കെ ചില ഭാവനകളൊക്കെ ഉണ്ടല്ലോ എളുപ്പമായിട്ട് മനസ്സിലാവാനായിട്ട്, അതൊക്കെ ഞാൻ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിരുന്നിട്ട് ചെയ്ത ഒരു ബുക്കാണ്. പക്ഷേ ഇത് വായിച്ച് ഇത് പരിശോധിക്കാൻ ഞാൻ പലരും കൊടുത്തവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിലുണ്ട്. നമ്മുടെ വി.ആർ. കൃഷ്ണയ്യർ സ്വാമികൾ, അദ്ദേഹം മരണശൈലി കിടക്കുന്ന സമയത്താണ് ഇത് വായിച്ച് അതിനൊരു അഭിപ്രായമൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പല മഹാന്മാക്കളും ഇതിൽ വന്നിട്ടുണ്ട്. ആധ്യാത്മിക ഗുരുക്കന്മാരൊക്കെ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശരി വെച്ചതിന് ശേഷമാണ് ഞാനിത് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്. അതിന് ശേഷം ഇത് വളരെ ഗുണമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ അപ്പോൾ ഇത് ഇപ്പോൾ 2 ബുക്കായി ഞാൻ ആത്മീയതയും ജീവിതവും എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആത്മീയതയും ജീവിതവും എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് സാധാരണക്കാരുടെ മനസ്സിൽ തോന്നുക എന്താണ് ആത്മീയത, ജീവിതം എന്താണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇവിടെ ഈ എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ. അപ്പോൾ അത് എൻ്റെ ഭാവനയിൽ എങ്ങനെയാണ്, എല്ലാവർക്കും ആത്മീയതയുണ്ട്. ആത്മീയത ആത്മാവില്ലാത്ത ഒന്നുമില്ല. അപ്പോൾ അതിനെ എങ്ങനെ ജീവിതമായിട്ട് നമ്മൾ സമന്വയിപ്പിച്ച് പോകണം. അപ്പോൾ അവിടെ ആ പരമാത്മാവിൻ്റെ സാന്നിധ്യവും ഒക്കെ തന്നെ വന്നോളും. ഒക്കെ തന്നെ അത് ബന്ധപ്പെട്ട് കിടക്കണ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, അത് ഇവർക്ക് എങ്ങനെയാണ് എന്നുള്ളത് വളരെ ലളിതമായ രീതിയിൽ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ബുക്കിൽ. ഇതാണ് ആത്മീയതയും ജീവിതവും, ലോകവാസം ആനന്ദമാക്കാൻ. എന്നിട്ട് അപ്പോൾ ഇതിൽ ഈ പറയുന്ന മാതിരി വലിയ വലിയ സാധനങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോൾ ഈ പറയുന്ന പ്രാർത്ഥനയും കാര്യങ്ങളും എൻ്റെ ഈ ബുക്കുകളൊക്കെ വായിച്ച് വരുമ്പോൾ പല സംശയങ്ങൾ തോന്നുമ്പോൾ അതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അവർക്ക് അത് വേഗം മുന്നോട്ട് പോകാൻ പറ്റും. അതാ. പിന്നെ വരുന്ന ഒരു ബുക്കാണ് ശിവദർശനം. എന്താണ് ശിവദർശനം? അതിവിടെ കുണ്ടലിനി എന്നുള്ള ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്. അത് എൻ്റെതായ രീതിയിലുള്ള ആത്മദർശനിക്ക് എങ്ങനെ ഉണ്ടായി. അതായത് ഇവിടെ ഇപ്പോൾ കുണ്ടലിനിനെ കുറിച്ച് ഒരുപാട് പലരും പല രീതിയിൽ അവരുടെ അനുഭവങ്ങൾ എഴുതുന്നതൊക്കെ ശരിയാണ് താനും. ആ കൂട്ടത്തിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം. അത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ മാത്രം അനുഭവം കൊണ്ട് കുറച്ച് ശ്ലോകങ്ങൾ രീതിയിൽ ഇതിലെഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇത് എൻ്റെ അനുഭവത്തിലാണ്. എനിക്കിങ്ങനെയൊക്കെ എഴുതാമെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു സർവകലാശാല പോയിട്ടുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ല. അനുഭവജ്ഞാനം, അനുഭവമാണ് ഗുരു. അപ്പോൾ അത് നമുക്ക് ലോകരെയും നമുക്ക് അനുഭവമില്ലാത്ത പലതിനും വെച്ച് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വ്യാഖ്യാനിച്ചും തർക്കിച്ചും അവരെ ഭാവനയൊക്കെ മനസ്സിലാക്കാതെ നമ്മുടെ ഇഷ്ടങ്ങളിലൊക്കെ വളച്ചൊടിച്ചൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ അനുഭവം അങ്ങോട്ട് പറയാം. അതപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് പറയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും, വെള്ളം ചേർത്താതെ പറയാൻ കഴിയും. അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്.
എൻ്റെ ബാല്യകാല സ്മരണകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ രാജ്യങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഓരോ സ്റ്റേറ്റുകളിൽ, ഇന്ത്യ വിട്ടൊന്നും ഞാൻ പുറത്ത് പോയിട്ടില്ല. പല സ്റ്റേറ്റുകളിലൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട് വളരെ ചെറുപ്പം മുതലൊക്കെ തന്നെ. അപ്പോഴൊക്കെ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ശ്ലോക രൂപത്തിൽ, പദ്യരൂപത്തിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ശിവദർശന കുണ്ടലിനി ഭാവം. അതൊരു ഭാവമാണ്. ശിവദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ശിവൻ നമ്മളിൽ നിന്ന് അന്യമൊന്നുമല്ല. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ഭാവനയിൽ എങ്ങനെയാണ് ശിവത്തെ കാണുന്നത്, അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ചിലവർക്ക് അത് വായിക്കുമ്പോൾ ചിലർ അത് ശരിയാണെന്ന് തോന്നാം, ഇഷ്ടമാണെന്ന് തോന്നാം, ചിലർക്ക് ഉൾക്കൊള്ളാം, ചിലർ അത് നേരെ വിമർശിക്കാം. അതൊക്കെ സ്വാഭാവികം. പക്ഷേ എൻ്റെ അനുഭവമാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സത്യവുമാണ്. ഞാനത് ചിന്തിച്ചാൽ മതി. മറ്റുള്ളതിലേക്കൊന്നും ഞാൻ പോകണ്ട. എനിക്ക് അതിൽ സുഖം കിട്ടുന്നുണ്ട്, സമ്മാനം കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിനെയാണ് ശിവദർശനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം അടങ്ങിയിട്ടുള്ളതാണ് ഈ ബുക്ക്. അപ്പോൾ അത് വന്നു. അപ്പോൾ ശിവസംബന്ധമായ വിഷയം വന്നു. എവിടെ നമ്മൾ തുടങ്ങിയത്? നിത്യപ്രാർത്ഥനയിൽ നിന്ന്. ആ പ്രാർത്ഥനയിലൂടെ ഒരു പക്ഷേ അവർക്ക് പരിവർത്തനങ്ങൾ, ആധ്യാത്മികമായ പരിവർത്തനങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ അതിലൂടെ പതുക്കെ 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 വളരെ കാതലായ ആഴത്തിലുള്ള അവസ്ഥയിലേക്ക് ചെല്ലാൻ കഴിയും വേണമെങ്കിൽ. അപ്പോൾ അതും കൂടി ഈ മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ രണ്ടാമത്തെ ബുക്ക്. പിന്നെ വരുന്നതാണ് ജ്ഞാനാമൃതസാരം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഇത് ഞാൻ തന്നെ എഴുതിയ ബുക്കാണിത്. ഇതിലാണ് ജ്ഞാനാമൃതസാരം, രാജയോഗം. അപ്പോൾ രാജയോഗത്തെക്കുറിച്ച് പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് മാനസികമായതാണ്. രാജയോഗം എന്ന് പറഞ്ഞാൽ മാനസികമായതാണ്. അതിൽ ഘടയോഗം മറ്റു യോഗാഭ്യാസങ്ങളൊന്നും കൂടുതൽ വരുന്നില്ല. മാനസികമായിട്ടുള്ളതാണ്. പരമാത്മ ജീവാത്മ ഭാവ സങ്കല്പങ്ങൾ സർവ്വചരാചരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കണക്ട് ചെയ്ത് കിടക്കുന്ന, ആത്മസംബന്ധമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശൃംഖല കിടക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ്, അപ്പോൾ നമ്മുടെ മനോവൃത്തി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ള രഹസ്യങ്ങളുണ്ടല്ലോ, അതെനിക്ക് മനസ്സിലായ രീതിയിൽ, എനിക്ക് ബോധ്യപ്പെട്ട രീതിയിൽ ഞാൻ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ രാജയോഗം പരമാത്മജ്ഞാനം നേടിത്തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റേതായൊരു ശൈലി. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ വേണം ചിന്തിക്കാം. ഇതൊക്കെ ബുക്കുകൾ വിറ്റ് കാശാക്കാനല്ല ഞാൻ വീണ്ടും വീണ്ടും പറയണോ. നമ്മളെ അറിവ്, നമുക്ക് കിട്ടിയ അറിവ് നമ്മളിവിടെ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നല്ലത്. ഇതേമാതിരി താളുകളിൽ എഴുതി പ്രിൻ്റ് ചെയ്ത് വെച്ച ആവശ്യക്കാർ വരുന്നവരോട് കൊടുക്കാമല്ലോ. പരിശോധിച്ച് നോക്കൂ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാനൊക്കെ ഒന്ന് പറയാം. അത്രയേ ഉള്ളതിൽ. പിന്നെ വരുന്നതാണ് ആത്മജ്ഞാനാമൃതം എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആത്മജ്ഞാനാമൃതം. ഇതിൽ ഗദ്യവും പ്രാർത്ഥനയും ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ കാവ്യാത്മകമായിട്ടുള്ള കീർത്തനങ്ങളും കാര്യങ്ങളും ആത്മാവ് ഉണർന്നാലുണ്ടാകുന്ന അമൃതാനന്ദാവസ്ഥ ഒക്കെ കേട്ടിട്ടുണ്ട് പലരേ. അപ്പോൾ അതിനോട് രുചിയുള്ളവർക്ക് അതൊക്കെ എന്താണ്, എങ്ങനെയാണ് എൻ്റെ ആത്മാവ് ഉണർന്ന് സഹസ്ര പദ്മതലത്തിൽ എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ, അതൊക്കെ ഒരു അവസ്ഥയൊക്കെയാണ് കേട്ടോ. അതൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ കുത്തിപ്പൊളിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മളതൊക്കെ കുത്തിപ്പൊളിച്ച് നോക്കിയാലൊന്നും ഈ പറഞ്ഞ സംഭവമൊന്നും ഷടാധാരങ്ങളൊന്നും ഇതൊന്നും കാണില്ല. ഇതൊക്കെ ഭാവസങ്കല്പത്താൽ നടക്കുന്നതാണ്. അതൊക്കെ ഒരു മനോവൃത്തിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാവർക്കും വേണമെങ്കിൽ കഴിയും, വേണ്ടെങ്കിൽ വേണ്ട. ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യാം. എല്ലാം ശരിയാണ്, ഒന്നും തെറ്റാണെന്ന് പറയരുത്. അതാത് ലോകത്ത് അതാത് തലത്തിൽ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് അവരാൾ ഉൾക്കൊണ്ട് ചെയ്യുന്ന എല്ലാം ആ രീതിയിൽ അത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ അവരും പറയുന്നത് ശരിയാണ്. അല്ല അവർ പറഞ്ഞപ്പോൾ തെറ്റാണ്, ഞാൻ പറഞ്ഞ കൂടെ തന്നെ പോകണമെന്ന് പറഞ്ഞത് ഒരു മൂഢത്തരമാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവർ പോകുന്ന വഴിയിലൂടെയും ആവാം. കാര്യം ഇത് ആ രീതിയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ആർക്കും ആവാം. ഇത് ഇന്ന രീതിയിലൂടെയൊക്കെ പോയാൽ മാത്രമേ. പിന്നെ നമ്മളുടെയൊക്കെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടിട്ട് ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും ആ ദൈവികത, ആ ഈശ്വരൻ, ആ പരമാത്മാവ്, ആ ചൈതന്യ ഘടന ആരുടെയും അനുവാദമില്ലാതെ, ഈ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആത്മാബോധം കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളിലൊക്കെ അപ്പുറം അതീതമായി ചിന്തിക്കാനും അതീതമായിട്ട് കാണുവാനും ദർശനാത്മകമാകാനും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർക്ക് കഴിയും. അവർ ഈ ഗ്രന്ഥങ്ങളെയോ സാധനങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ വിശ്വചൈതന്യം, ആ വിശ്വംഭരൻ, ആ ദൈവം അവനെ അനുഗ്രഹിച്ചാൽ മതി. അവിടെ നമ്മൾ പരാജയമായി പോകും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ, അവിടെയൊക്കെ പരാജയം നമുക്കാണ്. കാരണം ഈശ്വരൻ്റെ മുന്നിൽ ഇതൊന്നും വേണ്ട. നിഷ്കളങ്കമായ ഹൃദയമുള്ള ഒരു ഭക്തി ഉണ്ടെങ്കിൽ, അവൻ അതിന് ദാഹമുണ്ടെങ്കിൽ ഭഗവാൻ കൊടുക്കും.
അത് ഈ ഗ്രന്ഥങ്ങളും ഈ പറയുന്ന ഉപാധികളും ഈ ഇത്ര വലിയ കഠിന സാധനങ്ങളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അവരെയും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഇന്നലെ ഒന്നും അല്ലാതെ നടന്നിരുന്ന അയാൾ വിദ്വാനായിട്ട് വരുന്നതാണ്, പണ്ഡിതനായിട്ട് വരുന്നതാണ്, ജ്ഞാനിയായിട്ട് വരുന്നതാണ്. അങ്ങനെ പല മഹാത്മാക്കളായിട്ട് ഇറങ്ങി വരുന്ന കാണാം. അതിനൊക്കെ പിന്നെ ആരാ? ഏതോ ഒരു മഹാശക്തി ഉണ്ടല്ലോ, ആ ശക്തിയുടെ അനുഗ്രഹം അവന് കിട്ടിയതാണ്. നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് അവനെ ഉൾക്കൊള്ളാം. അവനും നമ്മുടെ ഗുരുസ്ഥാനത്ത് വരികയാണ്. അപ്പോൾ ഇവിടെ ഒന്നും കളയാനില്ല, നമുക്ക് തർക്കിക്കാനില്ല. നമ്മൾക്കില്ലാത്ത ഏതോ കാലഘട്ടങ്ങളിലും യുഗങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങൾ ഇന്ന് പൊക്കി പിടിച്ചിട്ട് വെറും മൂഢധരമായ ആശയവിനിയമങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് കലഹിച്ച് എന്തൊക്കെയോ ആണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. ഇതിനോടൊന്നും നാം യോജിക്കുന്നില്ല വ്യക്തിപരമായിട്ട്. കാരണം അവിടെ ആ കാലഘട്ടത്തിൽ ഞാനൊന്നുമില്ല. അന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ കാലഘട്ടം പറയുന്നത് ഈ ആധുനിക കാലഘട്ടമാണ്. അപ്പോൾ അത് അവർക്ക് പോട്ടെ. അപ്പോൾ അങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ബുക്കുകൾ ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ച് ബുക്കുകളൊക്കെ. പിന്നെ സഹസ്രനാമങ്ങളുണ്ട്, പിന്നെ പൂജാവിധികൾ. ഇപ്പോൾ അമ്പലം അത് ആ ദർശനമുണ്ട്. 2 ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ ആഴ്ചകളിലും ദിവസങ്ങളിലും വിളക്ക് വെപ്പും പൂജാതി കർമ്മങ്ങളും പരിഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് വേറൊരു ഘട്ടമാണ്, വേറൊരു തലമാണ്. അതിനോട് ബന്ധപ്പെട്ടും ആ രീതിയിൽ തന്നെ അവർക്ക് ഈശ്വരീയ അനുഗ്രഹമോ ഈശ്വര അനുഭൂതിയോ അല്ലെങ്കിൽ ഈശ്വരീയമായ ഗുണങ്ങളോ ഈശ്വരൻ്റെ സാന്നിധ്യമോ അവരുദ്ദേശിക്കുന്ന ഫലങ്ങൾ അവർക്ക് മുമ്പിൽ ജീവിച്ചു പോകാൻ ആ രീതിയിൽ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ വഴിക്കും പോകാം. കാരണം നമ്മൾ പറയുന്ന ചൈതന്യം ഈശ്വരീയത എന്ന് പറയുന്നതിൽ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചും അവരുടെ സങ്കല്പം അനുസരിച്ചും പ്രവൃത്തി അനുസരിച്ചും അവിടെ പ്രകടമാകുന്നു. അപ്പോൾ കുറേ ആളുകളുണ്ട് ഭക്തിമാർഗത്തിലൂടെ വരുമ്പോൾ ക്ഷേത്രാരാധനകളിലൂടെ തന്നെ പ്രകൃതി കിട്ടി ജീവിച്ചു പോകുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങളൊക്കെ പണിതിട്ടുണ്ട്. അവിടെ പൂജാവിധികളുണ്ട്, അതൊക്കെ അതിൻ്റെതായ വിധിപ്രകാരം എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ കർമ്മിയുണ്ട്, അവിടെ ശാന്തിയുണ്ട്. അതൊക്കെ ചെയ്ത് പോകാനായിട്ട് നാഗസംബന്ധമായ വിഷയങ്ങൾ അതൊക്കെ വേറെ വിഷയമാണ്. അപ്പോൾ ഈ കുണ്ടലിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അതിനെങ്ങനെയാണ് പ്രായോഗികമാക്കുക? അതിന് തത്വപരമായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, അവിടെ നടന്നു വരുന്നുണ്ട്. അതിനോട് താല്പര്യം അത് സംബന്ധമായ ദോഷമെന്ന് തോന്നുന്ന കാര്യത്തിൽ മനസ്സ് ഉടക്കി കിടന്ന് ആ രീതിയിലൊക്കെ പോകുന്ന ആത്മാക്കളെയും അവിടെ വന്ന് അതിൽ നിന്നൊക്കെ മുക്തി പ്രാപിച്ചു പോകുന്നുണ്ട്. അവർ ഈ ആത്മതത്വം ഈ പറയുന്ന ഞാനിപ്പോൾ പറയുന്ന സംഭവങ്ങളൊന്നും അവർക്ക് അറിയണമെന്നൊന്നുമില്ലല്ലോ. ഇത് വേറെ വിഷയമാണ്. ഞാൻ ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വേറെയാണ്. ആ അവസ്ഥ, ആ സത്യന് അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ പൊരുളായിരിക്കുന്നതിനെ ഏതെല്ലാം രീതിയിൽ പലവിധ രൂപനാമഭാവ അതിൻ്റെ വിഭൂതി, അതിൻ്റെ നടനമാടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ? അതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവത്തിൻ്റെയും മായാലീല, മായാവൈഭവം എന്ന് പറയും. അതൊക്കെ മായയാണ്. മനസ്സിലായി? ഇത് നടക്കുന്നത് മുഴുവനും മായവൈഭവമാണ്. അതൊന്നും ചിന്തിച്ചാൽ അത് ശരിയല്ലാതാനൊന്നും ചിലപ്പോൾ സത്യത്തെ അറിയുമ്പോഴാണ് നമ്മൾ അപ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ ആ മായാവൈഭവത്തിൽ മായാലോകത്താണ് ഇവിടെ മനുഷ്യർ ഭൂരിഭാഗം പേരും ഭ്രമിച്ച് ജീവിച്ചു പോകുന്നത്. അതിലവർക്ക് സുഖം കിട്ടാതിരിക്കണം. അപ്പോൾ മോക്ഷത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ജന്മത്തിലൊന്നും ചില മോക്ഷമൊന്നും കിട്ടില്ല, അവർ ചിന്തിക്കാൻ പോലും പറ്റില്ല. മോക്ഷം കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഇതിനൊക്കെ പിൻവലിയുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ വന്ന് സാധനാത്മകമായി ചെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ തത്വങ്ങളിലും ആത്മതത്വമൊക്കെ ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അല്ല എന്നർത്ഥം. അത് നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ കൾച്ചറാണത്. നമുക്കങ്ങനെ ഒരു ഗ്രന്ഥത്തിനെയോ ഒരു മതകർത്താവ് ഒരു വ്യക്തിയെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു അറിവിനെ പിന്നാലെ പോകുന്ന പാരമ്പര്യം നമുക്കില്ല. നമുക്ക് സനാതന ധർമ്മമാണ്. അത് ഒരു രൂപം കൊണ്ട സമയത്ത് അതിൻ്റെ നിയമങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് സനാതന ധർമ്മം. അത് ഉൾക്കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഭാരതം. അപ്പോൾ ഭാരതത്തിൽ അനവധി ശാഖകളുണ്ട് അസ്തിത്വത്തെ അന്വേഷിക്കുന്നത്. അത് വേറെ വിഷയം. ഇതിപ്പോൾ എന്താ, ഇവിടെ നിലനിന്ന് പോകാനായിട്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ അവനവൻ്റെ മനോവൃത്തി അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ വേണമെങ്കിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മണ്ഡലങ്ങളാണ് ഓരോ സംഭവങ്ങളും ഇവിടെ നമ്മുടെ ഭാരതത്തിൽ ആരാധനകളൊക്കെ ഇവിടെ ചെയ്തു വരുന്നത്. അതുകൊണ്ട് അനവധി രീതികളൊക്കെ ഇവിടെ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂനപക്ഷം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം വരുന്ന കുറേ ആളുകൾക്ക് അതൊക്കെ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ നടന്നോട്ടായിക്കോട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതത്തിലുണ്ടല്ലോ. അപ്പോൾ അതിനോട് അനുയോജ്യമായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള വിദ്വാൻമാരും ഉണ്ടാവും. അതും ആയിക്കോട്ടെ. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. എനിക്ക് ഒന്നിനോടും തടസ്സമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബുക്കുകളും കാര്യങ്ങളൊക്കെ
മനസ്സിലാക്കി സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാനിവിടെ എന്നെക്കൊണ്ടാവുന്ന ഈ സാഹചര്യങ്ങളിൽ ഇവിടെ കർമ്മയോഗിയാണല്ലോ, കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതാണ് എൻ്റെ കർമ്മം? അത് പണം ഉണ്ടാക്കാനോ പേരുണ്ടാക്കാനോ പ്രസക്തി ഉണ്ടാക്കാനോ മറ്റുള്ളവർ എന്നെ പോയിട്ട് പൂജിക്കാനൊന്നായിട്ടൊന്നല്ല. എൻ്റെ ഉള്ളിൽ വന്ന ഒരു പരിവർത്തനം, ആ പരിവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞു വരുന്ന വിഷയങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇവിടുത്തെ ധർമ്മം. അതുപോലെ ഈ സംസാരത്തിൽ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. അത് ഈ ഒരു ബുക്കിനെ കുറിച്ചാണ്. ഈ ബുക്ക് ഇപ്പോൾ കയ്യിൽ വന്നപ്പോൾ പറയണമെന്ന് തോന്നി. ഇതാണ് ചതുർമാർഗം എന്ന് പറഞ്ഞിട്ട് ഭക്തിമാർഗം, ജ്ഞാനമാർഗം, കർമ്മമാർഗം, യോഗമാർഗം എന്ന് പറഞ്ഞിട്ട് 4 മാർഗങ്ങളെ ലഘുവായിട്ട് ഗദ്യപ്രാർത്ഥന അതിൻ്റെ വ്യാഖ്യാനത്തോടു കൂടി എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണിത്. ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് എല്ലാ ബുക്കിലും അതിനെ പ്രതിപാദിക്കുന്നുണ്ട്, പക്ഷെ അത് പല ഭാവത്തിലൂടെയും കാര്യങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. ഇതും കൂടിയും ഞാൻ ഈ ബുക്കുകളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇതുകൂടിയും ഞാൻ പരിചയപ്പെടുത്തുന്നു. വേറെ കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാമജപത്തിന് അങ്ങനെ മന്ത്ര ജപം അതിനൊക്കെ പറ്റിയ ബുക്കുകളൊക്കെ വേറെ ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ പിന്നീട് ഒരു സൗകര്യം പോലെ അതൊക്കെ എടുത്ത് നോക്കി. കാരണം അതൊക്കെ അവിടെ മടത്തിലാണ് വേറെ സ്ഥലത്തിരിക്കണേ. അപ്പോൾ അത് പറ്റുമെങ്കിൽ അതും ഇതുപോലെ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ മൊബൈൽ വെച്ചിട്ടാണല്ലോ നാം സംസാരിക്കുന്നത്, അതിന് പരിമിതികളുണ്ട്. അപ്പോൾ അത് സമയം ദീർഘിക്കുന്നതിൻ്റെ പേരിൽ 2 എപ്പിസോഡായിട്ട് 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ ഇത് കേട്ട് കഴിഞ്ഞാൽ അടുത്തതും കൂടി കേൾക്കണം, എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ. ഇത്ര ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇതൊക്കെ കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതിൽ തെറ്റുകൾ ഒക്കെ വന്നു പോകാം, പിഴകൾ വന്നു പോകാം, അഹങ്കാരങ്ങളോ അങ്ങനെ നിങ്ങൾക്ക് രുചിക്കാത്ത പല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിൽ വന്നു പോയിട്ടുണ്ടാകും. അതിനെല്ലാം മാപ്പ് പറയുന്നു, മാപ്പ് ചോദിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.